കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിമ്മി കൽപ്പന തൻ കളകാഞ്ചികൾ ചിമ്മി. കൊല്ലം പതാര സ്വദേശി പ്രസന്നൻ കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ്, അതിഗംഭീരമായിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ചേട്ടാ, ഈ സംഗീതത്തിനോ അല്ലെങ്കിൽ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ജോലി ഒരു തടസ്സമല്ലാതെ തെളിയിക്കുന്ന ഒരു പാട്ടാണ്. നമുക്കൊന്ന് പാട്ട് പാടി തുടങ്ങിയാലോ? ഹൃദയവാഗിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. ഹൃദയവാഗിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. സാഹചര്യം അതായതുകൊണ്ട് പിന്നെ ഈ പാട്ട് കേട്ട് ഉള്ള പഠിത്തമാണ് കൂടുതലും. പറ, എന്താ പണി, എന്താ ജോലി, എന്താ? ഞാൻ മേശിരിമാരുടെ കൂടെ പിന്നെ ചെറുതായിട്ട് മേശിരി പണിയും ചെയ്യും, പിന്നെ മൈക്കാട് പണി, ഇങ്ങനെയുള്ള കൂലിപ്പണികളാണ് എൻ്റെ. അതിനിടയ്ക്ക് പാട്ടാണ് ഹരമല്ലേ? പണ്ട് ഞാൻ ഈ സൗണ്ട് വർക്ക് ചെയ്യാൻ പിന്നെ പോകുന്നൊരു ജോലിയുണ്ട്, അത് മൈക്ക് സെറ്റ്. അങ്ങനെ പിന്നെ കാസറ്റിലൂടെ ഒക്കെ പഠിച്ചാണ് ഞാൻ എൻ്റെ പാട്ട് ഞാൻ പഠിച്ച ഇത്രയും. അതിഗംഭീരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അന്നൊക്കെ എങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഒന്ന് ഓർമ്മയുണ്ടോ? അന്നത്തെ പിന്നെ സ്റ്റേജിൽ പിന്നെ എനിക്ക് ഇപ്പം പിന്നെ ഭക്തിഗാനമേളകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, ഭാഗവത പാരായണത്തിന് പോകുന്നുണ്ട്, പിന്നെ ഈ ഭജൻസിൽ ഇഷ്ടംപോലെ ആൾക്കാരോട്ടും നല്ല ബന്ധമാണ്. അങ്ങനെയൊക്കെ പാട്ടുകൾ പഠിച്ചത്. നമുക്കൊരു നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയിട്ടങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ. நான் ஆணையிட்டால் அது நடந்து விட்டால் இங்கு ஏழைகள் வேதனைப்பட மாட்டேன். உயிர்உள்ளவரை ஒரு துன்பமில்லை, அவர் கண்ணீர் கடலினை விட மாட்டேன், அவர் கண்ணீர் கடலினை விட மாட்டேன். കണ്ണീർ കടൽ ഉണ്ടെങ്കിലും സംഗീതത്തെ അതിലൂടെ അതിജീവിക്കല്ലേ? എന്താ ഏറ്റവും വലിയ ആഗ്രഹം? എന്താ സംഗീതമായിട്ട് ബന്ധപ്പെട്ട്? സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ലോകം അറിയപ്പെടും. എല്ലാം റെഡിയാവും, സംഗീതമായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, ശരിയാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ സംഗീതത്തെ ഇത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് മറക്കേണ്ട പല കാര്യങ്ങളും മറന്ന് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സംഗീതം ഒന്നും അഭ്യസിച്ചിട്ടില്ല, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. ഏത് ടൈപ്പ് ഗാനങ്ങൾ പറഞ്ഞാലും പാടും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. 2-3 ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. സിനിമയിലൊക്കെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ലോകമെല്ലാം അറിയപ്പെടണം, സിനിമയിലൊക്കെ പാടാൻ ഒരുപക്ഷെ അവസരം വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. എങ്കിലും ഓരോ ദിവസം അദ്ദേഹത്തിന്റെ കഴിവുകൾ മുന്നിലേക്ക് എത്തപ്പെടാൻ പാകത്തിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മനസ്സ് വെച്ചാലും അറിയപ്പെടാനായിട്ട് വഴികൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അങ്ങനെ അറിഞ്ഞു മുന്നിലേക്ക് വരട്ടെ അല്ലേ? അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാട്ട് പാടുന്ന സമയത്ത് ആ മൈക്ക് കൊടുത്തു, പിന്നീട് മൈക്ക് എനിക്ക് തിരിച്ച് മാറ്റാൻ തോന്നാത്തൊരവസ്ഥയാണ്. അത്രയും ഭംഗിയായിട്ടാണ് ആ മനുഷ്യൻ പാടുന്നത്. ഒരു തരത്തിലും ശാസ്ത്രീയമായിട്ടോ അല്ലാതെ ഒന്നും തന്നെ സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ സംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മനസ്സിൽ സ്നേഹിക്കുന്നത് സംഗീതത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ തന്നെ ആ സിനിമാ പാട്ടുകളായാലും മറ്റ് ഗാനങ്ങളൊക്കെ തന്നെ ആയാലും പഠിച്ചെടുത്ത് അത് അതിഗംഭീരമായി പാടാനുള്ള ആ ശ്രമം നടത്തുന്നത്. കുറേയേറെ കാലമായി അദ്ദേഹം ഇങ്ങനെ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. ആ ജോലിക്കിടയിലൊക്കെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിൽ നല്ല ഗംഭീരമായി പാട്ടുകൾ പാടുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പുറത്ത് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകാരനാണ്, നല്ല അനൗൺസറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ അത് വളരെ സജീവമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ
പാട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വൈറലാവുന്ന ഒരവസ്ഥയുണ്ടായി. ഹൃദയവാഹിനി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഒട്ടേറെ ആൾക്കാർ ഏറ്റെടുത്തു. വലിയ ഒരു സന്തോഷമാണ് ഇപ്പോൾ ആ മനുഷ്യനുള്ളത്. അദ്ദേഹം പറയുന്നത് നന്നായി പാട്ട് പാടാൻ സാധിക്കുക എന്നുള്ളതാണ്. അവസാനം ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടി കണ്ണ് നിറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇനിയും അതിഗംഭീരമായി പാടണം, സിനിമയിൽ പാടാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ പാടണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി. ശരിയാണ്. കാരണം അവസാനം നമ്മൾ അത്രയും അദ്ദേഹത്തിന്റെ പാട്ട് ആസ്വദിച്ചു വന്നിട്ട് അവസാനം അങ്ങനെ വിരുമ്പിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു സങ്കടമൊക്കെ വന്നു. എന്തായാലും സങ്കടമൊന്നും വേണ്ട, സംഗീതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏത് ഇമോഷൻ ആയാലും അതിനെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പാകത്തിലുള്ള ഒരു അമൂല്യ വസ്തു തന്നെയാണ് ശരിക്കും ഈ സംഗീതം എന്ന് പറയുന്നത്. അതാണ് ആ ചേട്ടന്റെ കൂടെയുള്ളത്. അപ്പോൾ ലോകം അറിയപ്പെടണം തന്റെ സംഗീതം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ കഴിവുകളെല്ലാം മുന്നിലേക്ക് വന്നില്ലേ, സാധ്യതകൾ നമ്മൾക്ക് മുന്നിൽ ഒരുപാടുണ്ട്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്ത് ഉയർന്നുയർന്നു വരിക. എല്ലാ ആശംസകളും നേരുന്നു. നല്ല പാട്ടായിരുന്നു. ശരി കണ്ണൻ.